കൊച്ചിയിൽ മരത്തിൽ കുടുങ്ങിയ കാക്കയ്ക്ക് രക്ഷകനായി ജീവകാരുണ്യ പ്രവർത്തകൻ മുകേഷ് ജെയിൻ. വൃക്ഷത്തിൽ 30 അടി ഉയരത്തിൽ പട്ടത്തിന്റെ നൈലോൺ ചരടിലാണ് കാക്ക കുടുങ്ങിയത്. പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലത്തിന് സമീപമാണ് സംഭവം. ബംഗളൂരുവിൽ നിന്ന് ഫ്ലൈറ്റിലാണ് കാക്കയുടെ ജീവൻ രക്ഷിക്കാൻ മുകേഷ് എത്തിയത്. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയറാണ് ചേരുന്നത്. സൈഫുന്നിസ, എന്തായാലും ഏറെ ഹൃദ്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളതാണ്. കാക്കയെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരവും ബംഗളൂരുവിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ജീവൻ രക്ഷിക്കാൻ മുകേഷ് എത്തിയത് എന്നുള്ളതുമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാം. കൊച്ചിയിലെ ഒരു മരത്തിൽ കുടുങ്ങിയ കാക്കയെ രക്ഷിക്കാനാണ് ബംഗളൂരുവിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തകനായ മുകേഷ് ജെയിൻ എത്തിയത്. ഈ പട്ടം പറത്താനായി സാധാരണഗതിയിൽ ഇപ്പോൾ കോട്ടൺ നൂലുകൾക്ക് പകരം നൈലോൺ നൂലുകളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഈ പട്ടം പൊട്ടിപ്പോവുകയും പിന്നീട് നൈലോൺ നൂലുകൾ മരത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഈ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നൈലോൺ നൂലുകളിൽ ഈ പക്ഷികൾ, കാക്കകൾ അടക്കമുള്ള പക്ഷികൾ കുടുങ്ങുന്നതും സാധാരണ സംഭവമാണ്. ഇങ്ങനെ ഒരു കാക്കയാണ് ചിറക് ഈ നൈലോൺ നൂലിൽ കുടുങ്ങിയത്. ഇത് നൈലോൺ നൂലുകൾ പൊട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാക്കയ്ക്ക് രക്ഷപ്പെടാനായില്ല. ഇതേ തുടർന്ന് കാക്കയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് നാട്ടുകാർ അത് കണ്ട് മുകേഷ് ജെയിനെ ബന്ധപ്പെടുന്നത്. മുകേഷ് ജെയിൻ ഈ സമയം ബംഗളൂരുവിലായിരുന്നു. പക്ഷെ ഉടനെ തന്നെ അദ്ദേഹം ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചിയിലെത്തുകയും അദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ നിന്ന് പറവകളെയൊക്കെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ എടുത്ത് ഈ സ്ഥലത്തെത്തുകയുമായിരുന്നു. ഇതിപ്പോൾ രണ്ടാം തവണയാണ് അദ്ദേഹം ഇതുപോലെ പറവകളെ രക്ഷിക്കുന്നത്. 2007 മുതലാണ് അദ്ദേഹം ഇങ്ങനെ ഈ പറവകളെ രക്ഷിക്കുന്ന പ്രവർത്തനം തുടങ്ങുകയും ചെയ്തത്. ഇതിനോടകം 6000-ഓളം പറവകളെ ഈ മുകേഷ് ജെയിൻ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോട്ടൺ നൂലാണ് ഈ പട്ടം പറത്താൻ ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത്. കാരണം ഇത്തരം പക്ഷികളുടെയൊക്കെ ജീവൻ ഹനിക്കപ്പെടാതിരിക്കാൻ കോട്ടൺ നൂലുകളാണെങ്കിൽ ഗുണകരമാണ് എന്നാണ് ഇപ്പോൾ ഈ ജെയിൻ പറയുകയും ചെയ്യുന്നത്. ശരി സൈഫുന്നിസ.